നമസ്കാരം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയം ആകെ കുഴഞ്ഞുമറിഞ്ഞിരിക്കുകയാണ്. 2 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 39 സീറ്റുകളും തൂത്തുവാരിയ DMK മുന്നണി അധികാരത്തിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയ വിരോധത്തിന് അപ്പുറം വിജയ് എന്ന വ്യക്തിയുടെ താരമൂല്യത്തിനുള്ള വിജയമായിരിക്കുന്നു TVKയുടേത്. DMKക്കെതിരെ ജനവിധിയുണ്ടാകും എന്ന് പരക്കെ അഭിപ്രായമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ AIDMK തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ മത്സരത്തിൽ ഇറങ്ങിയത്. എന്നാൽ DMK ആണെങ്കിൽ കഴിഞ്ഞ തവണ 39 സീറ്റും തൂത്തുവാരിയ തങ്ങൾക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല എന്ന ആത്മധൈര്യത്തോടു കൂടിയാണ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയത്. ഈ രണ്ട് കക്ഷികളെയും ഓരത്തേക്ക് ഒതുക്കിക്കൊണ്ട് TVK വിജയ് വൻ വിജയം നേടിയിരിക്കുന്നു. ഭൂരിപക്ഷത്തിനോട് അടുത്ത് എത്തിയിരിക്കുന്നു. ഭൂരിപക്ഷത്തിന് 10 സീറ്റുകളുടെ മാത്രം കുറവ്. ആ 10 സീറ്റുകൾ ഒപ്പിക്കുന്നതിന് ഓടി നടക്കുകയാണ് വിജയ്. ഏതായാലും തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് TVK. പണാധിപത്യവും പണക്കൊഴുപ്പുമായിരുന്നു വർഷങ്ങളായി, യഥാർത്ഥത്തിൽ പതിറ്റാണ്ടുകളായി തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി സാധാരണക്കാരനെ വരെ MLA ആക്കിക്കൊണ്ട് സാധാരണ തൊഴിലാളികളെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പോലും MLA-മാരാക്കിക്കൊണ്ട് TVK ചരിത്രം കുറിച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്നല്ല വിജയയുടെ ഉദയം തമിഴ്നാട്ടിൽ ഉണ്ടായത്. 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് ഫാൻ ക്ലബ്ബുകളെ വിജയ് തയ്യാറെടുപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നടന്ന പടിപ്പടിയായുള്ള വളർച്ചയാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. വിജയനെ പുറത്താക്കിക്കൊണ്ട് AIDMKയും DMKയും ഒന്നിച്ചു ചേർന്ന് ഭരണം തുടരുന്നതിന് ആദ്യഘട്ടത്തിൽ ഒരു ആലോചന ഉണ്ടായെങ്കിലും അത് വിജയന് അനുകൂലമാകും എന്നൊരു ചിന്ത ഇരു കക്ഷികൾക്കും ഉണ്ടായി. കാരണം വിജയന്റെ ഒരു പ്രഖ്യാപനം രാഷ്ട്രീയത്തിൽ മർമ്മത്തടിക്കുന്നതായിരുന്നു. മറ്റൊന്നുമല്ല, AIDMKയും DMKയും ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി ഭരണത്തിലെത്തിയാൽ 108 സീറ്റുകളും അല്ലെങ്കിൽ 108 MLA-മാരും രാജിവെക്കും എന്നുള്ള വിജയന്റെ ഭീഷണി രാഷ്ട്രീയത്തിൽ വലിയൊരു ഓളമാണ് ഉണ്ടാക്കിയത്. കാരണം ഈ 108 പേരും രാജിവെച്ച് വീണ്ടും ഒരു ഇലക്ഷൻ വന്ന് AIDMKയും DMKയും ഒന്നിച്ചു നിന്ന് മത്സരിക്കുകയും ഈ 108 വിജയിക്കുകയും ചെയ്താൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിജയ് അപ്രമാദിത്വമുള്ളവനായി മാറും. പിന്നെ MGRന്റെ അവസ്ഥയിലേക്ക് വിജയ് മാറും. ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വിജയ് മാറും. അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം നൽകി വിജയനെ സൂപ്പർമാൻ ആക്കണ്ട എന്ന് DMKയും AIDMKയും തീരുമാനിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ വിജയ് ഭൂരിപക്ഷം തികയ്ക്കുന്നതിനുള്ള പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് AIDMKയും DMKയും ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കാത്തതിന്റെ കാരണവും അത് തന്നെയാണ്. പക്ഷേ DMKയ്ക്കും AIDMKയ്ക്കും മറ്റൊരു തിരിച്ചറിവ് കൂടിയുണ്ട്. വിജയ് ഒരിക്കൽ മുഖ്യമന്ത്രിയായാൽ പിന്നെ തമിഴകത്ത് ഈ ദ്രാവിഡ രാഷ്ട്രീയം അവസാനിച്ചു എന്നവർക്ക് ഉറപ്പുണ്ട്. അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. DMKയും AIDMKയും സംബന്ധിച്ച് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നടക്കുന്ന സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും രാഷ്ട്രീയം, അതിനെതിരെ തമിഴ് ജനത്തിന്റെ വികാരമായിരുന്നു ഇത്തവണ പുതിയൊരു രാഷ്ട്രീയ കക്ഷിയെ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ അഴിമതിക്കെതിരെ പോരാടുന്ന സിനിമയിലെ ഒരു നായകനെ ജീവിതത്തിൽ മുന്നിൽ കണ്ടപ്പോൾ അവർ പ്രതികരിച്ചത്. ആ നായകൻ, സിനിമയിലെ നായകൻ തങ്ങളുടെ ജീവിതത്തിലും നായകനായി മാറും. അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ എതിരിടുന്ന ഒരാളായി മാറുമെന്നുള്ള തമിഴ് ജനതയുടെ ആഗ്രഹമാണ്, സ്വപ്നത്തിന്റെ സാഫല്യമാണ് TVKയുടെ ഈ ഉജ്ജ്വല വിജയം. എവിടെയും ജനം ധാർഷ്ട്യത്തിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ പോരാടിയിരിക്കും. അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ജനത്തിന് കിട്ടുന്ന ആകെ ഒരേ ഒരു അവസരമാണ് ഇലക്ഷനുകൾ. ഇല്ലാതെ അവന് പ്രതികരിക്കാൻ മറ്റൊരു സ്ഥലമില്ല, സ്ഥാനമില്ല, അവസരമില്ല. എന്തായാലും തമിഴ്നാട്ടിൽ വിജയ് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. പണാധിപത്യത്തിന്റെ, പണക്കൊഴുപ്പിന്റെ നാളുകൾ അവസാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ താത്വികമായി പറയാം. ഇതുവരെ പണം വാരി വിതറുന്നവർക്ക് മാത്രം പ്രാപ്യമായിരുന്ന MLA സ്ഥാനങ്ങൾ ഇപ്പോൾ നേടിയ ആളുകളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇങ്ങറ്റം ഓട്ടോ തൊഴിലാളി മുതൽ പാചകക്കാരൻ മുതൽ
വൃത്തിയാക്കുന്ന തൊഴിലാളി മുതൽ MLA-മാരായുണ്ട്, ഡ്രൈവർമാരുണ്ട്, സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരുണ്ട്. അതൊക്കെ ജനത്തിന്റെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അതിന് അവർ വോട്ട് ചെയ്തു. ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ദ്രവീഡിയൻ പാർട്ടികളുമായോ BJP-യുമായോ കൈകോർക്കുന്നതിന് വിജയ് തയ്യാറായില്ല. DMK തന്റെ രാഷ്ട്രീയ ശത്രുവാണ് എന്നും BJP തന്റെ ആദർശ ശത്രുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഇപ്പോഴും ആ ഒരാശയം വിജയ് നിലനിർത്തുന്നുണ്ട്. സാധാരണക്കാർ MLA-മാരായപ്പോൾ സ്വയം വിജയിനുൾപ്പെടെ പരിചയസമ്പന്നതയുടെ അഭാവമുണ്ട്. പക്ഷേ അതൊക്കെ തീർക്കാൻ കഴിയുന്നതാണ്. വെല്ലുവിളികൾ ശക്തമായിരിക്കും. ഏത് വെല്ലുവിളികളെയും നേരിടുന്ന സിനിമയിലെ നായകനെ പോലെ ഉദിച്ചുയരാൻ ഒരുപക്ഷെ വിജയിന് കഴിഞ്ഞേക്കും. കാരണം ഉപദേശങ്ങൾ തേടാൻ വിജയിന് ചുറ്റും ആളുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വിജയിനറിയാം. പക്ഷേ ഈ വാർത്തയിടുന്ന ഈ സെക്കൻഡിലും വിജയിന് അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ എണ്ണം കുറവാണ്. 2-3 സീറ്റുകൾ കൂടി വിജയിന് വേണ്ടിവരും. അതിനുള്ള ശ്രമം നടത്തുകയാണ്. ഗവർണർ ഭൂരിപക്ഷം തെളിയിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രിയാകാൻ വിജയിനെ ക്ഷണിക്കൂ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഭൂരിപക്ഷമില്ലാത്ത അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ല എന്നുറപ്പുള്ള സർക്കാരുകളെ അധികാരത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവർ രാജിവെച്ച് ഇറങ്ങിപ്പോയ സംഭവങ്ങളുണ്ട്. കേന്ദ്രത്തിൽ ഉൾപ്പെടെ, വാജ്പേയി ഉൾപ്പെടെ. അതുപോലെ തന്നെ അങ്ങനെ ക്ഷണിച്ചതിന് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള കക്ഷികളെ മുഖ്യമന്ത്രിയാകാൻ ക്ഷണിച്ചതിന് കോടതികളുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഗവർണർമാർ. ഇതൊക്കെ ഒരു ഘടകമാണ്. എന്തായാലും ഇന്നോ നാളെയോ തിരിച്ചറിയാം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.